ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നോക്ക്, നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണ്. എത്ര കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്താലും എന്നെങ്കിലും ഇത് പുറത്തു വരുമെന്നൊരു കേട്ടുകേൾവി എല്ലാ കൊലപാതകത്തിന് പിന്നിലുണ്ട്. എത്ര വിദഗ്ധമായി കാര്യങ്ങൾ നീക്കിയാലും കേസിലേക്ക് നയിക്കുന്ന ഒരു തുമ്പ് അതാരാണെങ്കിലും അവശേഷിപ്പിക്കും. എത്ര ബുദ്ധിയുള്ളവനും പറ്റിപ്പോകുന്നൊരബദ്ധം അത് നമ്മുടെ ഈ കേസിലുണ്ടായിക്കൂടാ. നമ്മളായിട്ട് നമ്മുടെ ശവക്കുഴി തോണ്ടാൻ ഒരാൾക്കും അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മേ, രോഹിത് ശ്യാമയും കൂടി ഇത് എവിടേക്കാ പോകുന്നേ? അമ്മയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ലടി. ഒന്നും പറഞ്ഞില്ലേ? ഇല്ലടി, അവരിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. ഇനി അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണോ? 1-2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ. എനിക്കറിയില്ല, പക്ഷേ അവര് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു അവര് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുന്നു. എന്തൊക്കെയാടി ഞാൻ ഈ കേക്കുന്നേ? സുഖമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവളെവിടെ പോവാനാ? മുറിവൊന്നും കൃത്യമായിട്ട് ഉണങ്ങി കാണത്തില്ല. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അമ്മ എന്നെ വന്ന് ചോദിക്ക്. വാ. നിങ്ങളിത് എവിടെ പോന്നു മോളെ? അതമ്മ, ഒരു യാത്ര. എവിടേക്കാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലമ്മ. കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കണമെന്ന് രോഹിത് പറഞ്ഞു. അതുമല്ല, ഒരു ചേഞ്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണം അമ്മേ. അല്ല, മാറി നിൽക്കുന്നതൊക്കെ എന്തായാലും നല്ലതാ. പക്ഷെ എവിടേക്കാന്ന് പറയാതെ വീട്ടിലുള്ളവർ എന്തു പറഞ്ഞിരിക്കൂടി? പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. തൽക്കാലം ഞങ്ങൾക്ക് അവിടെ താമസിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് തൽക്കാലം മാറി നിൽക്കുന്നതന്നെ നല്ലത്. അപ്പൊ പപ്പിമോളുടെ പഠിത്തോ? അതിന് ഞങ്ങൾ മോളെ കൂടെ കൊണ്ടുപോകുന്നില്ലമ്മേ. അവളുടെ പഠിത്തം വെറുതെ കളയണ്ട. അപ്പൊ പിന്നെ അവള് അച്ഛനും അമ്മയും എവിടെയെന്ന് ചോദിച്ചാ ഞാനെന്ത് പറയൂടി? ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതും കാത്തു നിൽക്കുക അവള്. ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റായി മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് ശ്യാമെ മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞങ്ങള് അധികം വൈകുന്നില്ല. ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമെന്ന് എനിക്കറിയില്ലല്ലോ. മോളെ, ശാലിനിയോടും വിഷ്ണുവിനോടൊന്നും പറയണ്ടേ? അമ്മ, അതൊക്കെ അമ്മ അങ്ങ് പറഞ്ഞാ മതി. അതുമല്ല, ഇങ്ങനെയൊരു തീരുമാനം എടുത്തതും പെട്ടെന്നാണല്ലോ. ഇതാ ഓട്ടോ വന്നു എന്നാ തോന്നുന്നേ. ഞങ്ങളപ്പോ പോയിട്ട് വരാം. ശ്യാമേ. അമ്മ, ശരി അമ്മ. പോയിട്ടോ മോളെ. ഉം.